സ്ത്രീകൾ ഒറ്റയ്ക്ക് വന്നാലും എല്ലാ സൗകര്യമുണ്ട്. ആരും നമ്മുടെ കേളകത്തെ വർക്ക്ഷോപ്പിലാണ് നമ്മളുള്ളത്. അതായത് നമുക്കൊരാഗ്രഹം രാത്രിക്ക് ഒരു പൊളി സ്ഥലത്ത് പോകണമെന്ന്. കേളകത്ത് ഒരുപാട് അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. ഏലപ്പീടിക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ രാത്രി 1:30 പോകുന്നത്. അതുകൊണ്ടാണ് ഓവർ ഒച്ചയ്ക്കൊന്നും പറയുന്നില്ല. രാത്രി 1:30 അന്നേരം നമ്മൾ ഇപ്പം മല്ലുവിൻ്റെ വണ്ടി നമ്മുടെ കടയിലുണ്ട്. എന്നാലും മല്ലുവിൻ്റെ വണ്ടിയും നമ്മുടെ വണ്ടിയും കൂടിയായിട്ട് അടിപൊളി ഒരു ട്രിപ്പാണ്. ഒന്ന് എല്ലാ ടെൻഷൻ പരിപാടിയാണല്ലോ, ഒന്ന് ജീവിതം ആസ്വദിക്കണ്ടേ. അന്നേരം ഒരു ജസ്റ്റ് ടൂർ പോലെ എങ്ങനെയാണെന്ന് പോയിട്ട് നമുക്ക് നോക്കി വരാം. ഈ നാട് നമുക്ക് ഒരു പരിചയമില്ലാത്ത നാടാണ്. ഈ ഏലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് പരിചയമില്ല. അന്നേരം ബാ, നിങ്ങൾക്ക് കാണണ്ടേ, നമുക്കൊരു ട്രിപ്പ് പോകാം. ബാ. കൊളക്കാട് ടൗണിൽ നിന്ന് നേരെ ഈ ഏലപ്പിടിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ കൊളക്കാട് ടൗണാണിത്. 2 ടീമായിട്ടാണ് പോകുന്നത്. ആകെ 4 പേരാണ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് 4 പേരാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മത്സരിച്ച് രാത്രിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച് പോകുമ്പോഴേ അവന്മാരൊട്ടും സൈഡ് തരുന്നില്ല. അന്നേരം അതിനൊരു വഴിയുണ്ട്. ഇത് മല്ലുവിൻ്റെ വണ്ടിയാണ്. അന്നേരം മല്ലുവിൻ്റെ വണ്ടിയുടെ വേറൊരു പവറുണ്ട് കേട്ടോണേ. അവര് നമുക്ക് സൈഡ് വന്നില്ലെങ്കിൽ ഓടിക്കാൻ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് ലൈറ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു 1.5 ലൈറ്റ് സെറ്റിംഗ് ആണ്. ഇപ്പൊ പകല് പോലെയാണ്, മൊത്തം ലൈറ്റ് ഇട്ടിട്ടില്ല. മല്ലുവിന്റെ വണ്ടിയുടെ മഞ്ഞ ലൈറ്റും എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിൽ ഒരു മഞ്ഞപ്പ കേട്ടോ. റോഡും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി കയറ്റം കേട്ടോ. ഈ ഫോർച്യൂണർ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കയറി പോകാൻ പറ്റുന്ന പോലത്തെ റോഡാണ് കേട്ടോ. നമുക്ക് വലിയ പരിചയമില്ലാത്ത റോഡാണ്, പക്ഷെ നമ്മളിവിടെയാണ് രാത്രി സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ഇപ്പം നമ്മുടെ രാത്രിക്ക് ഓവർ വീഡിയോ ഒന്നും എടുത്തില്ല. പകല് ആദ്യത്തെ നമ്മുടെ വീഡിയോ ആണ്. ടെൻറ്റിൽ ഞാനിപ്പം കയറിയതേ ഉള്ളൂ. ഞാൻ പേടിച്ചിട്ട് അടിയിലാണ് കിടന്നത് കേട്ടോ. അന്നേരം വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് കയറിയതേ ഉള്ളൂ. അന്നേരം ടെൻറ്റിൽ നമ്മളെ മറ്റേ ജഗതി ഇറങ്ങുന്ന പോലെ ആയി പോയല്ലോ. രാത്രിക്ക് ഇറങ്ങിയിട്ടിട്ട് വീടല്ലേ, അടിപൊളി സെറ്റപ്പ് കേട്ടോ. പുലിക്കൊക്കെ രാത്രി കയറി വരാൻ വേണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് കിടക്കുന്നു. അന്നേരം എന്ത് പറഞ്ഞാലും നല്ല വൈബാണ് കേട്ടോ. ടെന്റിൻ്റെ ഉള്ളിൽ കിടക്കാനും നല്ല അടിപൊളി വൈബാണ്. ഞാൻ പേടിച്ചിട്ട് വണ്ടിയുടെ ഉള്ളിലാണ് കിടന്നത്. ക്യാമറമാനാണ് മുകളിൽ കിടന്നത്. എന്തായാലും നേരം വെളുത്തു. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് രാവിലെ നല്ല തണുപ്പും കാറ്റെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വൈബ്. പിന്നെ പുറത്തൊന്നും നമ്മൾ വന്നിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അന്നേരം ഈ ഏലപ്പീടികയുടെ സൗന്ദര്യം നിങ്ങളൊന്ന് കണ്ടു. എങ്ങനെയുണ്ട് ആകാശ ദൃശ്യം? നമ്മൾക്കും അറിയത്തില്ലല്ലോ സ്ഥലം എങ്ങനെയാണ്. അന്നേരം ആകാശ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. നമ്മളെ വെറുതെ വീട്ടിലിരിക്കാതെ ഇതുപോലെയൊക്കെ സ്ഥലങ്ങളൊക്കെ പോയി രാത്രിക്കൊക്കെ ഇങ്ങനെ കിടത്തി വേറെ ഒരു വൈബാണ് കേട്ടോ. വേറൊരു വൈബെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ദൂരമൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ വരിക. നമ്മുടെ ഇപ്പം നാടിപ്പോൾ കേരളമായതുകൊണ്ട് കേരളത്തിലെ അടിപൊളി സ്ഥലങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മുടെ എല്ലാ ആഴ്ച ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. രാത്രിക്ക് നമ്മൾ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അന്നേരം സ്ഥലങ്ങളും കൂടി കാണാം. ഇപ്പം ആകാശ ദൃശ്യമാണ് ഞങ്ങൾ കാണിച്ചത്. ഇനി നമ്മൾ ഈ സ്ഥലങ്ങളും പോകുന്ന വഴികളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്കും അറിയത്തില്ല സ്ഥലങ്ങളൊക്കെ. ഇനി ഭാവിയിൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം പദ്ധതികൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഗവൺമെൻറ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇവിടുത്തെ എത്രത്തോളം മനോഹാരിത ഉണ്ട്, എത്രത്തോളം ടൂറിസത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി ഇത്രയും ഉള്ളിലേക്കുള്ള സ്ഥലത്ത് ഓൾറെഡി ഗവൺമെൻറ് കുറേ പ്രൊജക്റ്റായിട്ട് വരുന്നുണ്ട്. അന്നേരം നമ്മൾ ആ സൈഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണുള്ളത്. അന്നേരം ആ സ്ഥലവും കാര്യങ്ങളും
നമുക്കൊരു ചായയൊക്കെ കുടിക്കണ്ടേ. അന്നേരം നമുക്ക് അവിടുത്തെ ഒരു വെറൈറ്റി ചായക്കടയും പിന്നെ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസത്തിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നതും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഏറ്റവും ഉപകാരപ്പെടുന്ന സ്പോട്ടാണിത്. ഒരു ട്രെയിൻ പോലെ കണ്ടാൽ ഒറ്റ നോട്ടത്തെ ട്രെയിൻ, ഈ കാട്ടിൻ്റെ അകത്ത് ട്രെയിൻ പോലെ. ഇവിടെ ചായയുണ്ട്, ബാത്റൂമുണ്ട്, ഫുൾ സെറ്റപ്പാണ്. ഒന്ന് വന്ന് കാണുക നിങ്ങൾ. കണ്ടാൽ അത്യാവശ്യം ഇതാ ഇവിടെ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കളക്ടർ ഗ്രാമപഞ്ചായത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്കിത് കാണാതെ അത്യാവശ്യം ഈ കാട്ടിനുള്ളിൽ അടിപൊളി ട്രെയിൻ പോലെ തന്നെയുണ്ട്. ചായ അടിച്ചോണ്ടിരിക്കുക കേട്ടോ. കേട്ടോ എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? സൂപ്പർ. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അടിപൊളി സ്പോട്ടാണ്. നല്ല ചായ കുടിക്കാൻ വേണ്ടി നാട്ടില് ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നാണ്. റിസോർട്ട് വേറെ ഉണ്ട്. ഇവിടെ ആൾക്ക് താമസിക്കാനും ചാപ്പാട് വെച്ച് തിന്നാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അതെ റിസോർട്ട് താഴെയുണ്ട് ഒന്ന്. അതുപോലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെ നമുക്ക് ലേഡീസിനെല്ലാം സെപ്പറേറ്റ് ബാത്റൂം ഇഷ്ടം പോലെ ഉണ്ട്. കുളിക്കാനും ബാത്റൂമിൽ പോകാനെല്ലാം അടിപൊളി സ്ഥലമുണ്ട്. അതായത് ഏറ്റവും ഉപകാരപ്പെടുന്ന സ്ഥലം. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടോയ്ലറ്റ് സംവിധാനം, ചായ കുടിക്കാനൊന്നും, ചായക്കടയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതുപോലെ നമുക്ക് ഡ്രസ്സ് മാറാനോ അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചായത്ത്. നാടിനെ പറ്റി എന്ന് പറഞ്ഞാൽ കണിച്ചാറ് പഞ്ചായത്ത് ഏലപ്പേടിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. 7-ാം വാർഡ്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. താമസിക്കാനും ഇവിടെ റിസോർട്ടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഓരോരോ ആൾ വന്നുകൊണ്ടുണ്ട്. ഒരു കുരിശുമലയുണ്ട്. കുരിശുമലേൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓരോരോ കാഴ്ചകൾ കാണാം. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചായക്കടയുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടല്ല. സ്ത്രീകൾ ഒറ്റയ്ക്ക് വന്നാലും പേടിക്കണ്ട, ഒരു പേടിയില്ല. അങ്ങനെ ഒരു വൃത്തികേടില്ലാത്തൊരു സ്ഥലമാണ് ഈ ഏലപ്പിടിയ എന്ന് പറഞ്ഞ സ്ഥലം. നല്ല മനുഷ്യന്മാരും ഒരു കച്ചറയില്ലാത്ത സ്ഥലം, ഒരു വൃത്തികേടും കാണിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഈ ഏലപ്പിടിയിൽ. ഒരു അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. ചായ കുടിച്ച് ഇവിടെ ഇരിക്കുക. അടിപൊളി വൈബ് സ്ഥലം. അതായത് ആ കുന്നൊക്കെ നോക്ക്, ആ കുന്നിൻ ചെരുവൊക്കെ നോക്ക്, കിട്ടും സ്ഥലം. അതായത് നട്ടുച്ചയ്ക്കും നല്ല കാറ്റും തണുപ്പുമല്ല. എന്നാലും രാവിലെ എത്രത്തോളം വന്ന് നോക്ക്. നാട്ടുകാർ തന്നെ എല്ലാ ആൾക്കാരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ക്ഷണിക്കുവാണ്. സാധാരണ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരെ ഓടിക്കുന്ന പ്രശ്നം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും ബാബാ, എല്ലാ ടൂറിസ്റ്റുകളും ബാബാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു നാടാണ് കേട്ടോ ഇത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ അടുത്ത കാലത്ത് ഇറങ്ങിയ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഇത്. ഞാൻ ആ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന്. അന്നേരം മാരക ലുക്കാണ് ഇത് കാണുക എന്നുള്ളത് കേട്ടോ. ഈ ആകാശത്ത് നമ്മുടെ ഡ്രോൺ ഷൂട്ടിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാരക ലുക്കാണ്. ഏതായാലും വണ്ടി ഒന്ന് ഫുൾ പോളിഷ് ചെയ്യേണ്ടി വരും. സൈഡെല്ലാം പുല്ലിൻ്റെ എല്ലാം കൊണ്ടിട്ട്. എന്നാലും കുഴപ്പമില്ല. അടിപൊളി ഒരു സ്ഥലത്തു കൂടി പോയി എന്നുള്ള ഫീലിംഗ് നമുക്ക് ഇതിലെ പോയാൽ വരും. പിന്നെ മൊത്തത്തിലൊരു ഇപ്പം നല്ലൊരു പച്ചപ്പൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ട് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ രാത്രി കാലങ്ങളിൽ തീയിട്ട് പോകുന്ന സ്വഭാവമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് രാത്രിയിൽ ആൾക്കാർ ഇങ്ങനെ വരുന്നത്, ഓവർ ആൾക്കാരെ ഇങ്ങനെ കടത്തി വിടുന്നതും നാട്ടുകാർ കുറേ പേര് സപ്പോർട്ടല്ലെന്നും അറിവ് കിട്ടി ഇങ്ങോട്ടൊക്കെ. കാര്യം ഒരുപാട് തോന്നിവാസം ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. കാര്യം സിനിമയിൽ പറയുന്ന പോലെ വിജൃംഭിച്ച സ്ഥലം എന്നൊക്കെ പറയില്ലേ. രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല, പകലായതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി വല്ലാണ് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തെങ്കിൽ പെട്ടുപോയനെ കേട്ടോ.